മലയാള സാഹിത്യ ലോകത്തിന് നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് കവയിത്രി സുഗതകുമാരിയുടെ വിയോഗം. കവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഭാഷയ്ക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി നിലകൊണ്ട ഒരു മഹത് വ്യക്തിത്വത്തെയാണ് നമ്മൾക്ക് നഷ്ടമായത്. ആദ്യമായി ആ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആത്മശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബോധേശ്വരൻ്റെയും ശ്രീമതി VK കാർത്യായനി അമ്മയുടെയും മകളായി സുഗതകുമാരി ജനിച്ചു. തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം എടുത്ത ശേഷം കേരളത്തിൻ്റെ സ്ത്രീ വിമോചന ചിന്തകളുടെ പ്രാരംഭ നാളുകളിൽ സജീവ പ്രവർത്തനം നടത്തി. കേരളത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിച്ചപ്പോൾ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അഭയ എന്ന സ്ത്രീ സംരക്ഷണ സ്ഥാപനത്തിൻ്റെ ആരംഭകയായും സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണായും സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിൻ്റെ നേതൃനിരകളിൽ ഒരാളായും പ്രവർത്തിച്ചിരുന്നു. 1960 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി എന്ന കവിതാ സമാഹാരമാണ് സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം. തുടർന്ന് പാതിരാപ്പൂക്കൾ, പാവം പാവം മാനവഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധ എവിടെ, ദേവദാസി, മണലെഴുത്ത്, അഭിസാരിക, സുഗതകുമാരിയുടെ കവിതകൾ തുടങ്ങി ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിന് ആ തൂലികയിൽ നിന്നും ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തുടങ്ങി അനേകം പുരസ്കാരങ്ങൾ നൽകി സാഹിത്യ സാംസ്കാരിക ലോകം ആദരിച്ചിട്ടുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി, നോവുമെന്നോർത്ത് പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന് കിളികളില്ല. പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മീച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ, ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം, ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താഴങ്ങളുണ്ട്, ആ പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു പോകേ, ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ മിഴിമാനമുള്ളാൽ പുണർന്നുകൊണ്ട്, വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായ ഒറ്റച്ചിറകിൻ്റെ താളമോടെ, ഒരു പാട്ടു പിന്നെയും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മലയാള സാഹിത്യ ലോകത്തെ ഈ അനശ്വര കവയിത്രി 86-ാം വയസ്സിൽ COVID-19 രോഗബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 2020 ഡിസംബർ 23 രാവിലെ 10:50 അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ തൈക്കാട് ശാന്തി കവാടം
ശ്മശാനത്തിൽ സംസ്കരിച്ചു. സെൻറ് ജോസഫ് കോളേജ് ഫോർ വുമൺ ആലപ്പുഴയിലെ BSc മാത്സ് കുട്ടികളായ ഞങ്ങൾ ഏവരുടെയും ആദരാഞ്ജലികൾ പ്രിയ കവയിത്രിക്ക് അർപ്പിച്ചുകൊള്ളുന്നു.